നമസ്കാരം. ഒരു തുള്ളി ചോരയോ വലിയ അടിപിടിയുടെ ലക്ഷണങ്ങളോ ഇല്ല. പക്ഷേ കൂറ്റനൊരു കപ്പലിലെ മനുഷ്യരെല്ലാം ഒറ്റ രാത്രി കൊണ്ട് വായുവിൽ അലിഞ്ഞു പോയതുപോലെ അപ്രത്യക്ഷമാക്കുക. കേൾക്കുമ്പോൾ ഹോളിവുഡ് സിനിമാ കഥ പോലെ തോന്നാമെങ്കിലും നൂറ്റാണ്ടിനപ്പുറം ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ നിഗൂഢതയാണിത്. പസഫിക് സമുദ്രത്തിലെ പ്രേതക്കപ്പൽ എന്നറിയപ്പെടുന്ന കരോൾ എ ഡീറിംഗ് എന്ന കപ്പലാണ് ഇതിന് പിന്നിൽ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അപകടങ്ങളുടെ ആഴക്കടലിലേക്ക് മറഞ്ഞുപോയ ആ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നത് ഇന്നും ശാസ്ത്രലോകത്തിന് പോലും അറിയാത്ത ഒരു ചോദ്യചിഹ്നമാണ്. 1921 ജനുവരി 31 അമേരിക്കയിലെ നോർത്ത് കരോലിന തീരത്തുള്ള കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന ഒരു മണൽത്തിട്ടയിൽ 5 പായമരങ്ങളുള്ള ഈ കൂറ്റൻ കപ്പൽ വന്ന് ഇടിച്ചു നിൽക്കുന്നതായി കോസ്റ്റ് ഗാർഡ് കണ്ടെത്തുന്നത്. കപ്പലിൻ്റെ പായകളെല്ലാം നിവർത്തിയിട്ട നിലയിലുമായിരുന്നു. കപ്പലിന് പുറമേക്ക് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുമില്ലായിരുന്നു. എന്നാൽ കാലാവസ്ഥ ശാന്തമായതിനു ശേഷം ഫെബ്രുവരി 1 അന്വേഷണ ഉദ്യോഗസ്ഥർ കപ്പലിനുള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ അവരെ പൂർണ്ണമായും ഞെട്ടിച്ചു കളഞ്ഞു. കപ്പലിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന 11 ജീവനക്കാരും എങ്ങോട്ട് പോയി എന്നത് ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിലും ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കപ്പലിൻ്റെ അടുക്കളയിൽ ഉദ്യോഗസ്ഥർ കണ്ടു. അവിടെ നേരത്തെ ഭക്ഷണം പാകം ചെയ്യാനായി പച്ചക്കറികളും മറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ ഭക്ഷണത്തിനുള്ള പാത്രങ്ങളും കൃത്യമായി നിരത്തി വെച്ചിരുന്നു. അതായത് തൊട്ടു മുൻപത്തെ നിമിഷം വരെ അവിടെ മനുഷ്യർ സജീവമായി ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ജീവനക്കാരുടെ വ്യക്തിപരമായ സാധനങ്ങളും കപ്പലിൻ്റെ ഔദ്യോഗിക ലോഗ് ബുക്കും പ്രധാന നാവിഗേഷൻ ഉപകരണങ്ങളും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന 2 ലൈഫ് ബോട്ടുകളും കാണാനില്ലായിരുന്നു. ഒരു വലിയ അപകടം ഭയന്ന് ജീവനക്കാർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണെന്ന് കരുതാൻ കപ്പലിന് ഒരു തകരാറും ഉണ്ടായിരുന്നുമില്ല. പരസ്പരം അടിപിടി നടന്ന ലക്ഷണങ്ങളുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത്രയും പേർ അപ്രത്യക്ഷമായത്? അക്കാലത്ത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI വരെ ഈ കേസിൽ വലിയ അന്വേഷണം നടത്തിയിരുന്നു. കടൽക്കൊള്ളക്കാർ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയതാണോ അതോ ജീവനക്കാർ കപ്പലിൽ കലാപമുണ്ടാക്കി ക്യാപ്റ്റനെ കൊന്ന് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടതാണോ എന്നൊന്നും നിയമപാലകർക്ക് കണ്ടെത്താൻ അന്ന് കഴിഞ്ഞതുമില്ല. കപ്പൽ കണ്ടെത്തിയ പ്രദേശം വിനാശകരമായ ബെർമുഡ ട്രയാങ്കിളിനരികിലായതുകൊണ്ട് തന്നെ പല അമാനുഷിക ശക്തികളെക്കുറിച്ചുള്ള കഥകളും ഇതിൻ്റെ പേരിൽ പ്രചരിച്ചു. സംഭവം നടന്നിട്ട് ഇന്ന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അന്ന് ആ കപ്പലിലുണ്ടായിരുന്ന 11 മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇന്നും ലോകത്തൊരിടത്തും ഉത്തരമില്ല. ആഴക്കടൽ ഇന്നും തൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ച ഏറ്റവും വലിയ നിഗൂഢതയായി കരോൾ എ ഡീറിംഗ് എന്ന കപ്പൽ തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.